ഹായ് ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ ഇന്ന് ഗ്രീൻബർഗ് റിസോർട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. കുളമാവിലാണ് ഈ റിസോർട്ട് ഉള്ളത്. നല്ല രസമുള്ള ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. ഒത്തിരി ഏരിയയുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ റിസപ്ഷനിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇവിടെയുള്ള ആക്ടിവിറ്റീസൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ റിസപ്ഷനിലേക്ക് എല്ലാവരും കൂടെ പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടി. അങ്ങനെ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഒരാൾ തന്നു. ഇതിപ്പോൾ നമ്മൾ 75 ഏക്കറിലാണ് കേട്ടോ ഈ റിസോർട്ട് സ്ഥിതി ചെയ്തത്. ഒത്തിരി കുഞ്ഞു കുഞ്ഞു റിസോർട്ടുകളുണ്ട്. അതുകൂടാതെ പല ടൈപ്പ് ആക്ടിവിറ്റീസും അവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. നമ്മുടെ റൂം ഏറ്റവും താഴെയായിട്ടായിരുന്നു. ഇതൊക്കെ ഓരോ റൂമുകളാണ് കേട്ടോ. റൂമെന്ന് പറഞ്ഞാൽ ഒന്നല്ല 2-3 റൂമുകൾ കൂടിയ ഓരോ കുഞ്ഞു കുഞ്ഞ് കോർട്ടേജുകൾ പോലെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലഗേജൊക്കെ താഴേക്ക് എത്തിച്ച് തരാമെന്ന്, ഒരു വണ്ടിയിൽ എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വയ്യാത്തവർക്ക് വണ്ടിയെ പോകാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാം. നല്ല രസമല്ലേ നടക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ റിസോർട്ടിൽ ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മളൊരു കുളമുണ്ട്. ആ കുളത്തിൽ നിറയെ മീനുകളാണ് കേട്ടോ. നല്ല രസമുള്ള മീനുകൾ, പല ടൈപ്പ് മീനുകൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 റൂമുകളുള്ള ഈ 2 നിലയിലായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ എടുത്തിരിക്കുന്ന റൂം താഴത്തെ നിലയിലുള്ള റൂമാണ്. ഇതിന് തൊട്ടടുത്തായിട്ട് കുളവും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി ഏരിയയിലായത് കാരണമായിരിക്കും പല സ്ഥലങ്ങളിലും കുഞ്ഞു കുഞ്ഞു കുളങ്ങൾ അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റൂമെന്ന് പറയുന്നത് മുന്നിലൊരു ചെറിയ തിണ്ണയും 2 കസേര ഇട്ടിട്ടുണ്ട്. പിന്നെ ബെഡ്റൂം ആയാലും നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ബെഡ് അവർ തരും, അതിനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ. എക്സ്ട്രാ ബെഡിൻ്റെ വലിയൊരു റൂമാണ്. പിന്നെ അതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ബാത്റൂം നോക്കുമല്ലോ, ബാത്റൂം ക്ലീൻ ആണോ ഇല്ലയോ നോക്കി. അപ്പം ബാത്റൂം ക്ലീനൊക്കെയാണ്. നല്ല ഏരിയ ആയിട്ടുള്ളൊരു ബാത്റൂം ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ട് ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്ന സമയത്ത് വീണ്ടും കുളത്തിന് മുന്നിൽ പിള്ളേരെല്ലാം കൂട്ടുകൂടി നിന്നു കേട്ടോ. രസമാണ്. പിള്ളേർക്ക് നല്ല ഫ്രീ ആയിട്ട് എവിടെ വേണേലും ഓടി നടക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വന്നു. ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് പേര് ഫ്രൈഡ് റൈസ്, പിന്നെ ചപ്പാത്തി, അങ്ങനെ പല സാധനങ്ങളായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അതൊക്കെ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പ്ലേ ഏരിയയിൽ പോകാമെന്ന് തീരുമാനിച്ചു. കാര്യം അവിടെ ഓപ്പൺ ആയിട്ടുള്ള പ്ലേ ഏരിയ ആയതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ ഐറ്റംസ്, പിന്നെ ടേബിൾ ടെന്നീസ്. ഞങ്ങൾ ആദ്യമേ പോയത് ഓപ്പൺ ഏരിയയിലാണ്. അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. പിള്ളേർക്ക് ഇങ്ങനെ ഓടിച്ചാടി കളിക്കാൻ പറ്റിയ പല ടൈപ്പ് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. കാര്യം അവർക്ക് ഇങ്ങനത്തെ ഏരിയ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഒത്തിരി ഏരിയ ആയതുകൊണ്ട് ഈ കളിക്കാനാണേലും ചുമ്മാതെ നടക്കാനാണേലും ഒക്കെ ഒത്തിരി ഏരിയ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനപ്പോൾ ചുമ്മാതെ അങ്ങ് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നു നോക്കുമ്പോഴാണ് കാണുന്നത് ഇങ്ങനത്തെ ഈ ചെടികളും ഇങ്ങനെ നീണ്ടു കിടക്കുന്ന റോഡ് പോലെ ഇങ്ങനെ അങ്ങേ അറ്റം വരെ പോയിരിക്കുകയാണ്. ആ റോഡിൻ്റെ ഒരു സൈഡിൽ അവർ സീറ്റിംഗ് ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അവിടെയൊക്കെ ഇരുന്ന് രസമാണ് കാഴ്ചകൾ കാണാനായിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ കളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞാൽ പിന്നെ നമുക്ക് ബോട്ടിങ്ങിന് പോകാമെന്ന്. അങ്ങനെ ബോട്ടിങ്ങിന് പോകുന്ന വഴിക്ക് അച്ഛനും ഒരു ഊഞ്ഞാലി കിട്ടി. അത് കയറുന്ന കുറേ നേരം ആടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ബോട്ടിങ്ങിന് പോവുകയാണ്. 2 ടൈപ്പ് ബോട്ടിംഗ് ഉണ്ട്. നമ്മുടെ പെഡൽ ബോട്ടും ഉണ്ട്, അതുപോലെ കയാക്കിങ്. ആ 2 ടൈപ്പ് ബോട്ടിംഗ് ഉണ്ട്. അതുകൂടാതെ ചങ്ങാടം അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആകെ കയറിയത് ഇതിൽ 2 കേട്ടോ. അതായത് നമ്മൾ തന്നെ ചവിട്ടി പോകുന്ന ബോട്ടിങ്ങും പിന്നെ നമ്മൾ കയാക്കിങ്ങും. എനിക്ക് കയാക്കിങ് ഇച്ചിരി പേടിയായിട്ട് തോന്നി കേട്ടോ. കാര്യം ഇഷ്ടമൊക്കെ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കയാക്കിങ് നടത്തുന്നത്, ഇങ്ങനൊരു ബോട്ടൊക്കെ കയറുന്നത് തന്നെ. പക്ഷേ അച്ചുള്ളത് കൊണ്ട് ഞാൻ തിരിച്ചെത്തിയെന്ന് പറയാൻ കാര്യം എനിക്ക് തുഴയാനൊന്നും അറിയത്തില്ല. ഞാനൊരു വലതുവശം തുഴയുമ്പോൾ ഇടതുവശം പൊങ്ങുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാവരും തന്നെയും കയാക്കിങ് നടത്തി 15 വയസ്സിൽ മുകളിലുള്ള മനുഷ്യർക്ക് മാത്രമേ കയാക്കിങ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് അപ്പോൾ ഒരു ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേറൊരെണ്ണം ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് അടുത്ത ആക്ടിവിറ്റി റിവർ ക്രോസിംഗ് ആണ് കേട്ടോ. ഇത് സിപ്പ് ലൈൻ അല്ല, റിവർ ക്രോസിംഗ് ആണ്. എനിക്ക് വെള്ളത്തിൽ പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അതിൽ കയറിയില്ല. അച്ചു മാത്രമേ കയറിയുള്ളൂ. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ റിവറിൻ്റെ അങ്ങേ അറ്റത്ത് ചെല്ലും. എന്നിട്ട് ഒത്തിരി ദൂരമൊന്നുമില്ല കേട്ടോ. കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് ഇവരങ്ങോട്ട് വിടുന്നത് ചുമ്മാ അതിങ്ങനെ നമ്മൾ അതേലിങ്ങനെ തൂങ്ങിപ്പിടിച്ചാൽ മതി. തിരിച്ച് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ നല്ല ആയാസത്തിൽ ഇതിങ്ങനെ കയറയിൽ വലിഞ്ഞ് തിരിച്ചെത്തണം. അങ്ങനെയായിരുന്നു ഈ റിവർ ക്രോസിംഗ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ റിവർ ക്രോസിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ കാണുന്നത്. സിപ്പ് ലൈൻ ഒത്തിരി സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ നീന്താൻ പോവുകയാണ്. സ്വിമ്മിങ്ങിന് പോകുന്നതിന് മുമ്പ് ചായയും ഏത്തക്കാപ്പവും കഴിച്ചു. ഏത്തക്കാപ്പവും കഴിച്ചിട്ട് ആൻഡ്രിയലിനും അബ്രിയലിനും
ബ്രിയനും ഒക്കെ സ്വിമ്മിങ് സൂട്ടുണ്ട്, അവർ സ്വിമ്മിങ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലെത്തി. 2 സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ. ഒന്നെന്ന് പറയുന്ന ആഴം കുറഞ്ഞത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതും പിന്നെ വലിയതും, അങ്ങനെ 2 സ്വിമ്മിംഗ് പൂളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ എനിക്ക് നീന്താൻ അറിയത്തില്ല, വെള്ളവും എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഞാനിതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. പിള്ളേർക്ക് ഏതായാലും എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇതിനകത്ത് കാര്യം മുങ്ങിപ്പോകുന്നൊന്നും പേടിക്കണ്ടല്ലോ, കുഞ്ഞ് സ്വിമ്മിംഗ് പൂളിനകത്ത് അവർക്ക് ചുമ്മാതെ നിന്നാലും അവരെ ആരെയും ഒപ്പം വരത്തുള്ളൂ. അപ്പോൾ അതിങ്ങനെ കളിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വലിയ നീന്തൽക്കുളത്തിലും ഇവർ നീന്തി. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് അപ്പു വല്ലുമൊക്കെ നീന്തിയത് അവരുടെ അപ്പാപ്പൻ്റെ ഹെൽപ്പോടുകൂടിയാണ് കേട്ടോ നീന്തിയത്, അല്ലാതെ അവർക്ക് തന്നെയൊന്നും നീന്താൻ അറിയത്തില്ല. ആൻഡ്രിയയ്ക്കും അബ്രിയലിനും ഒക്കെ നന്നായിട്ട് നീന്താൻ അറിയാം, അതുകൊണ്ട് അവരൊക്കെ കുറച്ചൊക്കെ നീന്തി. പക്ഷേ എന്തായാലും ഇതൊക്കെ രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഇവർ ഇത്രയും ആക്ടിവിറ്റീസ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നതുകൊണ്ട് പിള്ളേർക്കൊന്നും ഒരിക്കലും ബോറടിക്കത്തില്ല. റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതും ഇതും എല്ലാം ഇങ്ങനെ ആക്ടിവിറ്റീസായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നീന്തൽക്കുളത്തിൽ കൂടെ കളിച്ച് തിമിർത്ത് നടന്നു. കുറേ മടുത്ത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും കയറിയത്. എനിക്ക് തോന്നുന്നു ഒരു വൈകുന്നേരം ഒരു ഇരുട്ടിയൊക്കെ 7 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും എന്നാൽ പിന്നെ നിർത്താം, ഇനി നമുക്ക് റൂമിലേക്ക് പോവാം, കുളിക്കണ്ടേ, ഫുഡ് കഴിക്കണ്ടേ എന്നൊക്കെയുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് അവരത് നിർത്തിയത്. എങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും അതിശയമായത് ഈ സ്വിമ്മിംഗ് പൂളിൽ വന്നപ്പോഴേക്കും അച്ഛന് നീന്താൻ അറിയാമെന്നുള്ളതാണ്. ഞാൻ ഇത്രയും കാലം ഓർത്തുകൊണ്ടിരുന്നത് അച്ഛന് നീന്താൻ അറിയത്തില്ല എന്നായിരുന്നു. പക്ഷേ ഇനിയിപ്പം എനിക്ക് പേടിക്കണ്ട, ഏതെങ്കിലും വെള്ളത്തിൽ പോയാലും രക്ഷപ്പെടുത്തും എന്നറിയാം, സ്വന്തമായിട്ടെങ്കിലും രക്ഷപ്പെടും എന്തായാലും. അങ്ങനെ അച്ചു നീന്തുന്നതൊക്കെ കണ്ട് ഞാൻ ഞെട്ടി അവിടെ നിൽക്കുമായിരുന്നു. കാര്യം എനിക്കറിയത്തേയില്ല, പിള്ളേർക്ക് നീന്താൻ അറിയത്തില്ല, എനിക്ക് നീന്താൻ അറിയത്തില്ല, നമുക്ക് ആർക്കും നീന്താൻ അറിയത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിരുന്നത്. അങ്ങനെ ആ നീന്തലിൻ്റെ പല രീതിയിലൊക്കെ മലന്ന് കിടന്ന് നീന്തുന്നു, തിരിഞ്ഞു കിടന്ന് നീന്തുന്നു, അങ്ങനെ പല ടൈപ്പ് നീന്തൽ പ്രകടനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും റൂമിലേക്ക് വന്നു. അത് കഴിഞ്ഞ് രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചു. അത് ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ രാവിലെ ഞങ്ങൾ ട്രെക്കിങ്ങിന് പോയി. ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ ആകെ അങ്ങോട്ടും 15 മിനിറ്റ് തിരിച്ചിങ്ങോട്ടും 15 മിനിറ്റ്, വലിയൊരു ട്രെക്കിംഗ് ഒന്നുമല്ല, പക്ഷേ നല്ല രസമാണ് നടക്കാനായിട്ട്. രാവിലെ നടക്കാൻ പറ്റിയൊരു നല്ലൊരു മൂഡല്ലേ നമുക്കിങ്ങനെ. ഒത്തിരി പേരുണ്ട് നടക്കാനായിട്ട്. പിന്നെ സ്ഥലമായാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഈ ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കയറി പൊക്കത്തെത്തുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് എനിക്ക് പറയാനത് പറ്റുന്നില്ല, അത്രയ്ക്ക് മനോഹരമായിരുന്നു ഈ കാഴ്ച. നല്ല രസം. ആഹാ, ഒത്തിരി നേരം നിൽക്കാൻ തോന്നും, അതുപോലത്തെ കാഴ്ചകളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ പേര് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ നടക്കുന്ന കാരണം ഫോട്ടോ ഒന്നും അധികം എടുത്തില്ല. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങൾ നടക്കുവാണ്. തിരിച്ച് നടന്ന് ഞങ്ങൾ അവരുടെ ഫാമിലൂടെയൊക്കെയാണ് വന്നത്. അവർക്ക് കുറേ ഫാമും ഉണ്ട് കേട്ടോ, ഫാം ഹൗസൊക്കെ, കോഴിയും അങ്ങനെ പല സാധനങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ ഞങ്ങൾ ഏലത്തോട്ടത്തിലൂടെയാണ് നടന്നു വന്നത്. ഏലക്കൊക്കെ ഒത്തിരി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ബ്രേക്ക്ഫാസ്റ്റിന് കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇഡലി സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൂരിയും പരിപ്പ് കറിയും ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡ് ഓംലെറ്റ്, പുട്ടും കടലയും, അങ്ങനെ ഇതെല്ലാം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക.